ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെന്താ വിചാരിച്ചത്? ചെറുതീനിച്ച കോളനി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹാർഡ് വർക്കാണ്, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത്രയും ഞാൻ ഇതുങ്ങളെല്ലാം സംരക്ഷിച്ച് പോരുന്നത്. ഇവരെ നശിപ്പിക്കാതെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാതാണ് എൻ്റെ ഒരു എയിം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എത്ര ഒരു വിജനമായ ഏരിയയാണ് ഇവിടെ. ഇതാ നോക്കിക്കോ, ഇതാ ഇത്രയും ടൂൾസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബോക്സുകളുണ്ട് 2-3 അപ്പോൾ ഒരു കോടാലിയുണ്ട്. ഇതാ ഇനി നോക്ക്, ഇതുണ്ടോ, ഇത് ഒരു ഇരുപൂളാണ്. ഇത് മറിഞ്ഞ് കിടക്കുക. റീസെൻ്റ്ലി ഇത് 2 ദിവസം മുമ്പ് മറിഞ്ഞതാകൻ. ഇത് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണർ എന്നെ വിളിച്ചു. ഇവിടെ കുറച്ച് ഈച്ച പറക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് പിടി കിട്ടി എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഇവിടെ വന്ന് ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഇരുവൂളിൽ കണ്ടോ ഇരിക്കുന്നത്, കണ്ടോ, ഇവിടെ ഈച്ച പറക്കുന്നുണ്ട്. ഇതാണ് സ്ഥലം, കണ്ടോ കണ്ടോ, അതിൻ്റെ അകത്ത് ഈച്ചയുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ മരമാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഷൂട്ടിങ്ങിനൊന്നും ആരുമില്ല. ഇതാ അതുപോലെ തന്നെ ഇവിടുത്തെ കമ്പയിലും ഉണ്ട് ഒരെണ്ണം, ഉണ്ടോ, ഇത് ഇവിടെ ഈച്ച വരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇനി മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് ഇത് മുറിച്ച് വരുമ്പോൾ ഇവരിളകും. അപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്നെ കാണുന്നവർ ഓർക്കുക, ഇത് ചുമ്മാ നമുക്ക് കോളനി കിട്ടില്ല. അത് അപൂർവം ചിലർക്ക് കിട്ടും, പക്ഷേ കഷ്ടപ്പാടുകളുണ്ട്. ഇനി ഇത് ഞാൻ ഈ കട്ടർ വെച്ച് ഇത് തുറന്നെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഞാനിത് ഡബിളാക്കി പൊളന്നു. അതിൻ്റെ ഒരു പീസ് ഇത്, അപ്പോൾ ഡാമേജ് ഇല്ലാതെ ആക്കി. അപ്പോൾ ഇതാണ്, കണ്ടോ, ഇതാണ് ഇവരുടെ പാലസ്, അന്തപ്പുരം, റാണിയുടെ അന്തപ്പുരവും. ഇത് പൂമ്പൊടിയാണ്. ഇങ്ങോട്ട് തേനുണ്ട്. ഇതാ ഇവിടം വരെ തേൻ കണ്ടുള്ളൂ. ചെറിയൊരു കഷ്ണത്തിലും കൂടി തേനുണ്ടായിരുന്നു. അപ്പോൾ ഈ കഷ്ണമാണ് മുറിച്ചിട്ടത്. ഇവിടെ നിന്ന് മുറിച്ചു. അത് കഴിഞ്ഞാൽ ഈ കഷ്ണം മുറിച്ചിട്ടു. അപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് തേനുള്ളത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് റാണിമുട്ടയെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു കൂട്ടിൽ വെച്ച് ഇതാ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ റാണിയെ കിട്ടണമെന്നില്ല, എവിടെയെങ്കിലും പൊത്തുകളിൽ അത് കയറും. എങ്കിൽ ഈ മുട്ടി നമുക്ക് വീണ്ടും ഒരു കൂടായിട്ട് ഉപയോഗിക്കാം. ഇത് ഇവിടെ വെച്ച് വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഈച്ചകൾ ഇതിൻ്റെ അകത്ത് കയറും. പുറത്ത് പോയിരിക്കുന്ന എല്ലാ ഈച്ചകളും വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 കോളനിയാക്കാം. 2 കോളനിക്കുള്ള നല്ല സെറ്റാണുള്ളത്. ഒരു 1/2 ലിറ്റർ തേനും നമുക്ക് സാധ്യതയുണ്ട്. നോക്കണം, പിഴിഞ്ഞ് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലേ നമുക്കൊരു തേനീച്ചക്കൂടൊക്കെ സാധിക്കുള്ളൂ. അടുത്ത കഷ്ണം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അതാ അടുത്ത കഷ്ണത്തിന് ഇതാ ഇവിടെയാണ് ഉള്ളത്. ഇതാ കണ്ടോ. അപ്പോൾ ഈ കഷ്ണം നമുക്ക് ഷിഫ്റ്റാക്കി കൊണ്ടാകാം. സാവധാനം വീട്ടിൽ കൊണ്ടിട്ട് മുറിക്കാം വേണമെങ്കിൽ. ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് അല്പം തേനുണ്ട്. ഇവിടെ വേറൊരു കഷ്ണത്തിൽ ചെറിയൊരു കഷ്ണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവർവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇരിക്കാനുള്ള ഒരു സ്റ്റൂളാക്കി, കണ്ടോ, ഒരു ചെറിയൊരു കൊരട്ടിയാക്കി. അപ്പോൾ ആ കൂടെ 2 ചക്രവും ഞാൻ മുറിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഈച്ചകളെല്ലാം മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെടുത്തു. ഓക്കെ, ഇങ്ങനെ അന്വേഷിക്കുവിൻ, കണ്ടെത്തും. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു. ഓക്കേ.